ജയ്സ്വാളും സഞ്ജുവുമല്ല, പഞ്ചാബിനെ തീർത്തത് ആർച്ചർ. ഒറ്റ വാക്കിൽ തകർത്തടുക്കി എന്ന് പറയാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വിജയ വഴിയിലേക്ക് ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ്. ആദ്യ 2 മത്സരവും തോറ്റ രാജസ്ഥാൻ പിന്നീട് കളിച്ച 2 മത്സരത്തിലും തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ്. അവസാന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 50 റൺസിനാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 4 വിക്കറ്റിന് 205 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ പഞ്ചാബിന് 9 വിക്കറ്റിന് 155 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നായകനായി തിരിച്ചെത്തിയ സഞ്ജു സാംസണിന്റെ പ്രകടനവും ബൗളിംഗ് നിരയുടെ തകർപ്പൻ പ്രകടനവുമാണ് പഞ്ചാബിനെ തകർക്കാൻ രാജസ്ഥാനെ സഹായിച്ചത്. രാജസ്ഥാന്റെ വിജയത്തിൽ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളുമെല്ലാം കയ്യടി നേടുന്നുണ്ട്. എന്നാൽ മത്സരത്തിൽ രാജസ്ഥാന്റെ ശരിയായ ഹീറോ ജോഫ്ര ആർച്ചറാണ്. ആർച്ചർ തുടക്കത്തിലെ ഏൽപ്പിച്ച പ്രഹരമാണ് പഞ്ചാബിനെ തളർത്തിക്കളഞ്ഞത്. ആർച്ചർ എങ്ങനെയാണ് പഞ്ചാബിനെ തകർത്തതെന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകളാണ്. ആ ഗ്രൗണ്ടിൽ ആദ്യമായാണ് ഒരു ടീം 200-ലധികം റൺസ് നേടുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചാബിനെ സംബന്ധിച്ച് വിജയം എന്നത് ഏറെക്കുറെ ദുഷ്കരമായിരുന്നു. ഇതിനിടെയാണ് ആദ്യ ഓവറിൽ തന്നെ 2 നിർണായക വിക്കറ്റുകൾ പഞ്ചാബിന് നഷ്ടമാവുന്നതും. ആദ്യ പന്തിൽ തന്നെ യുവ ഓപ്പണർ പ്രിയൻഷ് ആര്യയെ ആർച്ചർ പുറത്താക്കി. ആർച്ചറുടെ മിന്നും പന്ത് ആര്യയുടെ സ്റ്റംപ് പിഴുതെടുക്കുകയായിരുന്നു. പഞ്ചാബ് നിരയിൽ ഏറ്റവും മികച്ച ഫോമിലുള്ളത് നായകൻ ശ്രേയസ് അയ്യർ ആയിരുന്നു. ആദ്യ 2 മത്സരത്തിലും ശ്രേയസ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ആദ്യ ഓവറിൽ തന്നെ ആർച്ചർ ശ്രേയസിനെയും പുറത്താക്കി. ആർച്ചറുടെ ലൈൻ മനസ്സിലാവാതെ ശ്രേയസ് കാട്ടിയ മണ്ടത്തരം സ്റ്റംപ് തെറിക്കാൻ കാരണമാവുകയായിരുന്നു. ആദ്യ ഓവറിൽ 2 വിക്കറ്റ് നഷ്ടമായതാണ് പഞ്ചാബിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. ആദ്യ ഓവറിൽ ആർച്ചർ ഏൽപ്പിച്ച പ്രഹരത്തിൽ നിന്ന് കരകയറാൻ പിന്നീട് പഞ്ചാബിന് സാധിച്ചതുമില്ല. ആർച്ചറുടെ മിന്നും പ്രകടനമാണ് പഞ്ചാബിനെ തകർത്തടുക്കാൻ രാജസ്ഥാനെ സഹായിച്ചത്. മറ്റ് ബൗളർമാരുടെ ജോലി എളുപ്പമാവുകയും ചെയ്തു. ജോഫ്ര ആർച്ചർ നൽകിയ മികച്ച തുടക്കമാണ് പിന്നീടെത്തിയ രാജസ്ഥാൻ റോയൽസ് ബൗളർമാർക്ക് മുതലായത്. ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ വീഴ്ത്തി ആർച്ചർ നൽകിയ മികച്ച തുടക്കം അതിന് പിന്നാലെ എത്തിയ സന്ദീപ് ശർമ്മയ്ക്കും കുമാർ കാർത്തികയ്ക്കും മുതലായി. മധ്യ ഓവറുകളിൽ ഹസരംഗയ്ക്കും മഹേഷിനും മികച്ച ബൗളിംഗ് പ്രകടനത്തോടെ കയ്യടി നേടാൻ പറ്റി. ഇവർക്കെല്ലാം ആത്മവിശ്വാസം നൽകിയത് ആർച്ചർ നൽകിയ മികച്ച തുടക്കവും തന്നെയാണ്. അതിവേഗത്തിലാണ് ആർച്ചർ പന്തെറിഞ്ഞത്. മിക്ക പന്തുകളും 145-ന് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബ് ബാറ്റിംഗ് നിര ആർച്ചറെ നേരിടാൻ നന്നായി പ്രയാസപ്പെട്ടു. ആദ്യ 2 മത്സരത്തിലും ആർച്ചറുടെ ബൗളിംഗ് പ്രകടനം പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ വിമർശനവും താരം കേട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മത്സരത്തിലും ആർച്ചർ നടത്തിയ മിന്നും ബൗളിംഗ് പ്രകടനം രാജസ്ഥാന് കരുത്തായി മാറിയെന്ന് തന്നെ നിസ്സംശയം പറയാം. അടുത്തത് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയും കരുത്ത് തന്നെയായിരുന്നു. ആദ്യ 3 മത്സരങ്ങളിലും നായകനെന്ന നിലയിൽ കളിക്കാൻ സഞ്ജു സാംസണ് സാധിച്ചിരുന്നില്ല. പരിക്കേറ്റതിനെ തുടർന്നാണ് സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആവാതിരുന്നത്. ഇപ്പോൾ നായകനായുള്ള തിരിച്ചുവരവിൽ സഞ്ജു കിടിലൻ നീക്കങ്ങളുമായി ഞെട്ടിച്ചിരിക്കുകയാണ്. ബാറ്റിംഗ് നിരയെ ഫോമിലേക്ക് എത്തിച്ച് രാജസ്ഥാനെ മികച്ച സ്കോറിലേക്ക് എത്തിച്ച സഞ്ജു ബൗളിംഗ് നിരയെ ഫലപ്രദമായി ഉപയോഗിച്ച് പഞ്ചാബിനെ എറിഞ്ഞൊതുക്കുകയും ചെയ്തു. നായകനെന്ന നിലയിലെ സഞ്ജുവിന്റെ നീക്കങ്ങളെല്ലാം രാജസ്ഥാന് കരുത്തായി മാറിയെന്ന് തന്നെ പറയാം.